ഹായ്, വെൽക്കം ടു മല്ലസ്കോട്ട് ഫാമിലി. ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ ചേച്ചിയുടെ മോൻ്റെ ആദ്യ കുർബാനയാണ്. അതിൻ്റെ ഫംഗ്ഷനും കുർബാനയും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഞങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാവരും ഒത്തുചേരുന്ന ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരെയും എക്സ്പെക്റ്റ് ചെയ്തിരിക്കുകയാണ്. ഫംഗ്ഷൻ്റെ തിരക്കുകളായതുകൊണ്ട് എല്ലാവരും തന്നെ ഓടി നടക്കുകയാണ്. വീഡിയോയിൽ എവിടെയെങ്കിലുമൊക്കെ വെച്ച് എല്ലാവരെയും ഞാൻ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. സറാഫിനും ഇവിടെ എവിടെയോ കറങ്ങി നടപ്പുണ്ട്. എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. 12:15 പള്ളിയിൽ ഫംഗ്ഷൻ തുടങ്ങുന്നത്. അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് പള്ളിയിലേക്ക് ചെല്ലണം. അപ്പം ഈ ആദ്യ കുർബാനയുടെ വിശേഷങ്ങൾ ഈ വീഡിയോയിലൂടെ ഞങ്ങൾ പങ്കുവയ്ക്കുന്നു. 6 വർഷത്തിന് ശേഷം UK-യിൽ നിന്നും കാനഡയിൽ നിന്നുമെല്ലാം ഞങ്ങളെല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നത് ഇന്നത്തെ ഈ ഒരു ഹോളി കമ്മ്യൂണിയൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ രാവിലെ തന്നെ കുടുംബത്തിലെ മൂത്ത ജ്യേഷ്ഠനായ സിജോ ചേട്ടായും കുടുംബവുമാണ് വീട്ടിൽ വന്നത്. അവർ വന്ന് ഉണ്ണിക്കുട്ടനൊരു ഗിഫ്റ്റ് കൊടുത്തു. അങ്ങനെ ഞങ്ങളെല്ലാവരും റെഡിയായിട്ടും ആൽവിനെ മാത്രം തേരാപ്പാര നടക്കുന്നത് എന്താണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അവനോട് പ്രത്യേകം ഫോട്ടോഗ്രാഫർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളി വന്നിട്ടേ റെഡിയാകാവുള്ളെന്ന്. അങ്ങനെ ഇച്ചാനും ചേട്ടായും കൂടെ ആൽവിനോയെ പെട്ടെന്ന് റെഡിയാക്കി. ഫോട്ടോഗ്രാഫർ വന്നു കഴിഞ്ഞ ഉടനെ തന്നെ What you doing? Okay. You all right? Okay. All right. അവിടെ നിന്ന് എന്നാ ബെൽറ്റ് ഒക്കെ അല്ലേ ഉണ്ണി? ആൽവിനോ റെഡിയായി എത്തി. മുടിയും മെഴുകുതിരിയൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഓരോരുത്തരായി ഫാമിലി ഫോട്ടോ എടുത്തു. അങ്ങനെ ഫോട്ടോ സെക്ഷന് ശേഷം ചെറിയൊരു പ്രാർത്ഥന നടത്തി ഞങ്ങൾ പള്ളിയിലേക്ക് പോയി. ഇതാണ് ഞങ്ങളുടെ ദേവാലയം, ക്രിസ്തുരാജ് ഫൊറോന ചർച്ച്, രാജാക്കാട്. ഇവിടെ വെച്ചാണ് ആൽവിനോയുടെ ഹോളി കമ്മ്യൂണിയൻ നടന്നത്. രാജാക്കാട് പള്ളിയുടെ ഒരു മെയിൻ അട്രാക്ഷനാണ് ഈ നിൽക്കുന്ന പ്ലാവും ഇതിലെ ഇടതൂർന്ന് നിൽക്കുന്ന ചക്കകളും. ഇതിനോടകം തന്നെ ഹൈറേഞ്ചിൽ ഒരു പ്രധാന ചർച്ചാ വിഷയമാണ് ഈ പ്ലാവും ഇതിലെ ചക്കകളും. നാട്ടിൽ നിന്ന് വന്നവർ എല്ലാവരും ഒത്തിരി ആകാംക്ഷയോടുകൂടിയാണ് ഈ പ്ലാവിനെയും ഇതിലെ ചക്കകളെയും നോക്കിക്കണ്ടത്. എൻ്റെ കസിൻ ബ്രദർ ജിൻസും ഫാമിലിയും ബാംഗ്ലൂരിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് ഈ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിരുന്നു. വളരെ നാളുകൾക്ക് ശേഷമാണ് ജിൻസിനെയും ഫാമിലിനെയും ഞങ്ങൾ കാണുന്നത്. ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് ചേട്ടായുടെ ഫാമിലിയിൽ നിന്നും കോതമംഗലത്തു നിന്നും വന്നവരെല്ലാവരും എത്തിച്ചേർന്നിരുന്നു. അവർക്ക് റിഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു സ്നാക്സ് ആൻഡ് കൂൾ ഡ്രിങ്ക്സ് കൗണ്ടർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. റിഫ്രഷ്മെൻറ്റിന് ശേഷം വിശുദ്ധ കുർബാന അറ്റൻഡ് ചെയ്യുന്നതിനായിട്ട് എല്ലാവരും പള്ളിക്കുള്ളിലേക്ക് പ്രവേശിച്ചു. കാഴ്ച സമർപ്പണത്തോടു കൂടിയാണ് വിശുദ്ധ കുർബാന ആരംഭിച്ചത്. Your
വിശുദ്ധ കുർബാന അറ്റൻഡ് ചെയ്തതിന് ശേഷം കുറച്ച് ഫോട്ടോ സെക്ഷൻ പള്ളിയിൽ നിന്നെടുത്തു. അതിനുശേഷം ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്ന ഓഡിറ്റോറിയത്തിലേക്ക് എല്ലാവരും പോയി. ഈ ഹാളിൽ ഒത്തുകൂടിയിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ആൽവിനയുടെ ആദ്യ കുർബാനയും ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പള്ളിയിലെ ചടങ്ങുകൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഹാളിലുള്ള പ്രോഗ്രാമുകൾ ആരംഭിക്കുകയാണ്. ആദ്യമായിട്ട് തിരിതെളിക്കുന്നതിനായിട്ട് ആൽവിനയുടെ പേരൻസ് അജു ചേട്ടനെയും ദിവ്യ ചേച്ചിനെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. അങ്ങനെ ഞങ്ങൾ 3 ഫാമിലിയും മമ്മിയും കൂടെ ചേർന്ന് തിരി തെളിയിച്ചു. അങ്ങനെ തിരി തെളിച്ചതിന് ശേഷം ഒരു ചെറിയ കേക്ക് കട്ട് ചെയ്ത് മധുരം വിളമ്പി. ഹോളി കമ്മ്യൂണിയൻ അറ്റൻഡ് ചെയ്യാനായിട്ട് വീട്ടിൽ നിന്ന് പപ്പായും മമ്മിയും എൻ്റെ ഇളയ നാത്തൂനും ഹസ്ബൻഡും എത്തിയിരുന്നു. പിന്നീട് ഞങ്ങൾ ഓരോരുത്തരായി അവരവരുടെ ഫാമിലിയുടെ കൂട്ടത്തിൽ ഫോട്ടോ എടുത്തു. വളരെ നാളുകൾക്ക് ശേഷം, ഏകദേശം 3 വർഷങ്ങൾക്ക് ശേഷമാണ് അയൽപക്കക്കാരെയും ഫാമിലിയെയും ഫ്രണ്ട്സിനെയും എല്ലാം കണ്ടത്. അപ്പോൾ എല്ലാവരുമായിട്ട് വർത്തമാനം പറയാനായിട്ടുള്ള ഇതിനിടയിൽ കുറേ ആൾക്കാരെയൊക്കെ മിസ് ചെയ്ത് പോയിട്ടുണ്ട്. എങ്കിലും മാക്സിമം എല്ലാവരോടും വർത്തമാനം പറഞ്ഞു എന്നാണ് വിശ്വസിക്കുന്നത്. മമ്മിയും മമ്മിയുടെ അനിയത്തിമാരും അവരുടെ മക്കളുമാണ് ഇത്. സറാഫിന് ഒരു ഡാൻസ് കളിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഉടൻ തന്നെ പാട്ടിട്ട് കൊടുത്തു. അവൾ ഡാൻസും കളിച്ചു. അവിടെ ഇരുന്ന എല്ലാവർക്കും വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തമായിരുന്നു അവളുടെ ഡാൻസ്.
അതല്ലേ ഓണാ ഇത് സെറാഫിനും സെറാഫിൻ്റെ 2 സിസ്റ്റേഴ്സുമാണ്. ഒന്ന് ദിവ്യ ചേച്ചിയുടെ മോളും ഒന്ന് ദിസോണയുടെ മോളുമാണ്. അവർക്ക് 3 പേർക്ക് ഞങ്ങൾ ഒരേപോലത്തെ കോസ്റ്റ്യൂമായിരുന്നു ഡിസൈൻ ചെയ്തത് ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട്. ഈ ഫോട്ടോ ഞങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. ആൽവിനോ ഉണ്ടായതിന് ശേഷം ഞങ്ങൾ 3 പേരും കൂടെ ഒന്നുചേർന്ന ആദ്യ ഫംഗ്ഷനാണിത്. ഏകദേശം 10 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ ഒരുമിച്ചുള്ള ഒരു ഫോട്ടോ. അതുകൊണ്ട് തന്നെ ഇത് ഞങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. ഇത് പപ്പായുടെ പെങ്ങന്മാരാണ്. ഈ കാണുന്നതെല്ലാം എൻ്റെ കസിൻ ബ്രദേഴ്സാണ്. നാട്ടിലെ എന്താവശ്യത്തിനും ഓടിയെത്തുന്നത് ഇവരാണ്. തങ്കച്ചനും പപ്പയും എന്തൊക്കെയോ കുശലാന്വേഷണങ്ങൾ നടത്തിച്ചിരിക്കുകയാണ്. മുമ്പ് ഞങ്ങൾ 3 പേരും ഒരുമിച്ചുള്ള ഏറെ പ്രിയപ്പെട്ട ഫോട്ടോ എന്ന് പറഞ്ഞിരുന്നത് പോലെ തന്നെ ഇവർ 3 പേർക്കും ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഫോട്ടോയാണിത്. കാരണം ഇവർ 3 പേരും കൂടി ആദ്യമായി ഒരുമിച്ച് കൂടുന്ന ഒരു ഫംഗ്ഷനാണിത്. ഞങ്ങളുടെ ഈ ഫംഗ്ഷൻ ഗ്രാൻഡാക്കിയത് രാജക്കാട് കൈരളി കാറ്ററിങ്സ് ആണ്. നല്ല ടേസ്റ്റുള്ള ഫുഡും മികച്ച സർവീസും ആണ് ഇവർ തന്നത്. കൈരളി കാറ്റേഴ്സിൻ്റെ ടീമിന് ഞങ്ങളുടെ ഹൃദ്യമായ നന്ദി. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിച്ചതിന് ശേഷം ഏറ്റവും ലാസ്റ്റാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. അങ്ങനെ ഹോളി കമ്മ്യൂണിയൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്.